എല്ലാവർക്കും നമസ്കാരം. 3ാം ക്ലാസ്സിലെ മലയാളം 18-ാം തീയതി നവംബർ 18-ാം തീയതി നടന്ന ക്ലാസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? കണ്ടെത്തി എഴുതൂ. അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. എനിക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവിടെ നിന്നും കിട്ടിയ സമ്മാനങ്ങൾ. മുകളിലെ വാക്യങ്ങൾ വായിച്ചു നോക്കൂ. ഇതുപോലുള്ള വാക്യങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി വാക്യങ്ങൾ ഉണ്ടാക്കൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്യങ്ങളാണിതൊക്കെ അല്ലേ. സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു, സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു, പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെയുള്ള ചില വാക്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പറയാറില്ലേ, ചിലപ്പോൾ എൻ്റെ പട്ടിക്കുട്ടി ഞങ്ങളെ വിട്ടുപോയി, എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. അല്ലെങ്കിൽ പറയാം, നമ്മുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സമ്മാനം വീണുടഞ്ഞു പോയി. പറയാം, അച്ഛൻ എനിക്ക് വളരെ ഇഷ്ടത്തോടെ വാങ്ങി തന്ന പെൻസിൽ ബോക്സ് താഴെ വീണു, എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ആ സംഭവം അല്ലെങ്കിൽ ആ വേദന. അപ്പോൾ ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമുക്ക് എഴുതി പൂരിപ്പിക്കാം. അപ്പോൾ അടുത്ത പ്രവർത്തനം എന്തായിരുന്നു? ഈണം കണ്ടെത്താം. നക്ഷത്രവും പൂവും എന്ന കവിത ഇഷ്ടമായില്ലേ? ഈ കവിത വ്യത്യസ്ത ഈണത്തിൽ ചൊല്ലി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈണത്തിൽ ചൊല്ലി ടീച്ചർക്ക് അയക്കും. അപ്പോൾ 1-2 ഈണത്തിൽ ടീച്ചർ നന്നായിട്ട് പാടി തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് ഒരു ഈണം കണ്ടെത്തി അത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. പ്രവർത്തനം 3, ഈണത്തിൽ താളത്തിൽ ചൊല്ലാം. താഴെ കൊടുത്തിരിക്കുന്ന കവിതകൾ ഈണം കണ്ടെത്തി ചൊല്ലൂ. നമുക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള 2 പോയംസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ലൊരു ഈണം കണ്ടെത്തി ചൊല്ലി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ 1-2 വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് നന്നായിട്ട് കേട്ട് ഈണത്തിൽ ചൊല്ലി പഠിക്കുക. ടീച്ചർക്ക് അതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുക. ഇനി പ്രവർത്തനം 4, പകരം പദങ്ങൾ കണ്ടെത്താം. താഴെ പറയുന്ന വാക്കുകൾക്ക് പകരമായി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തൂ. എന്തൊക്കെയാണ്? ആദ്യത്തെ വാക്ക് ആകാശം. ആകാശം എന്ന് പറയുന്നതിന് എന്താ അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക്? വാനം അല്ലേ. ആകാശം, വാനം. കണ്ണ്, മിഴി. ഭംഗി, ചന്തം. നക്ഷത്രം, താരം. പൂവ്, പുഷ്പം. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമുക്ക് പകരം പദം കണ്ടെത്താനുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നലെ തന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.